നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. വീണ്ടും ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തു. ഇന്നലെ നമ്മളത് ഇക്കാര്യം ആരും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല, അപ്രതീക്ഷിതമായൊരു നീക്കമാണ് നടന്നത്. അടൂർ പ്രകാശിനെ ഇപ്പോൾ നേരത്തെ അറിയാമായിരുന്നിരിക്കാം. എന്തായാലും കടകംപള്ളിയെ ചോദ്യം ചെയ്ത പോലെ ആയിരുന്നില്ല അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ആരും അറിഞ്ഞില്ല, അജ്ഞാത കേന്ദ്രത്തിലായിരുന്നു എന്നൊക്കെയാണ് ആദ്യം കേട്ടത്. പിന്നീട് 2-3 ദിവസത്തിന് ശേഷമാണ് മാധ്യമങ്ങൾ അറിയുന്നതും വാർത്തയാക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കടകംപള്ളി വന്ന് ഉരുണ്ട് കളിച്ചൊക്കെ പോവുകയൊക്കെ ചെയ്തു. CPM ഉരുണ്ട് കളിച്ചു. പക്ഷേ അതിന് തീർത്തും വ്യത്യസ്തമായിട്ടാണ് UDF കൺവീനറെ ഇന്ന് ചോദ്യം ചെയ്തത്. പുള്ളിയെ രാവിലെ തന്നെ SITയുടെ ആസ്ഥാനത്ത്, തിരുവനന്തപുരത്തുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക ആസ്ഥാനം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അടുത്ത് തന്നെയാണ് അത്. എന്നിട്ട് അദ്ദേഹം നേരായ വഴിക്ക് തന്നെ ഇറങ്ങി, പുറമാതിലൂടെ പോയില്ല, മാധ്യമങ്ങളെ കണ്ട് ആണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ അടൂർ പ്രകാശിനെ ഇന്ന് ചോദ്യം ചെയ്തതോടെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പല CPM ഉന്നയിച്ചിരുന്ന പല വിഷയങ്ങൾക്കും ഒരു തീരുമാനമാവും. ഇനി അടുത്താരെ പിടിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. ഇനി ഇവര് സോണിയാഗാന്ധിയെ വേണം ചോദ്യം ചെയ്യാൻ. ആന്റോ ആന്റണി MPയും അടൂർ പ്രകാശും സോണിയാഗാന്ധിയുമാണ് അവരുടെ ലിസ്റ്റിലുള്ളത്. അതിലിപ്പോൾ ആദ്യത്തെ ആയിട്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യാനുള്ള ലക്ഷണമൊന്നുമില്ല, അത് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇനിയുള്ളത് സോണിയാഗാന്ധിയാണ്. അപ്പം ഇതിനകത്ത് ഈ അടൂർ പ്രകാശിൻ്റെ ചോദ്യം ചെയ്യലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, അദ്ദേഹം ഇറങ്ങി വന്ന് പ്രതികരിച്ച് വളരെ രസകരമായിട്ട് അത് ലൈവായിട്ട് കണ്ടവർക്ക് തോന്നിക്കാണും. അപ്പം അദ്ദേഹം പറഞ്ഞുണ്ട്, എന്താണെന്നറിയോ, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി SIT കാര്യങ്ങൾ ചോദിച്ചു. സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് ചോദിച്ചിട്ടേ ഇല്ലെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. അടൂർ പ്രകാശിന് പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് വേറെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞൊരു കാര്യം, അതാണ് എനിക്ക് ഏറ്റവും ചിരി വന്ന ഒരു സംഭവം. അദ്ദേഹത്തോട് SITയിലെ ഉദ്യോഗസ്ഥർ പറയാണ്, സാർ ഒരു പണി ചെയ്യൂ, സാർ ഈ പിൻവാതിലൂടെ ഇറങ്ങി അങ്ങ് പൊക്കോളൂ, പതിവ് പോലെ മറ്റേ നേതാക്കന്മാർ വരുന്ന പോലെ ഇറങ്ങി പൊക്കോളൂ. അപ്പോൾ പുള്ളി ചോദിക്കുന്നത്, ഞാൻ എന്തിന് പിൻവാതിലിൽ കൂടി പോകണം? തട്ടിപ്പ് കാണിച്ചാലും പിൻവാതിൽ ഇറങ്ങി പോകേണ്ട കാര്യമുള്ളൂ, ഞാൻ മുൻവാതിലിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണ്, കാരണം ആ പടിക്കെട്ട് ഇറങ്ങി വരുന്നത് കാണാമായിരുന്നു. അദ്ദേഹം നേരെ വന്നു, മാധ്യമങ്ങളെ ആ കോമ്പൗണ്ടിന് വെളിയിൽ ഇറങ്ങി നിന്നു. അദ്ദേഹം മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ ഒരു പൊള്ളത്തരം നമുക്ക് മനസ്സിലാവും. സങ്കല്പത്തിലാണല്ലോ ചോദ്യവും ഉത്തരവെല്ലാം അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഉത്തരവെല്ലാം അവർ തന്നെ കൊടുത്തു. അതിനൊപ്പം തന്നെ അദ്ദേഹത്തെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൂടെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്നാണ് ഇവർ ആദ്യം കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ഒറ്റയ്ക്കാണ് ചോദ്യം ചെയ്തത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു, ഞങ്ങളെ തമ്മിൽ ഇരുത്തിയൊന്നുമല്ല ചോദ്യം ചെയ്തത്, നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, അടൂർ പ്രകാശ് എന്തോ വലിയ കള്ളത്തരം കാണിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയയുടെ അടുത്ത് കൊണ്ടുപോയി എന്നുള്ള ആ CPMൻ്റെ ഒരു വാദം. ഇപ്പം നിയമസഭയിലോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം പോറ്റിയെ കയറ്റിയത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്കെല്ലാം ശിവൻകുട്ടി മന്ത്രി നിരന്തര പാട്ടായിരുന്നല്ലോ അത്. അപ്പം ശിവൻകുട്ടി മന്ത്രി വേറൊരു പ്രസ്താവന കൂടെ നടത്തിയിട്ടുണ്ട്, അടൂർ പ്രകാശിനുള്ളത് കോന്നിയിൽ അയ്യപ്പൻ ചെയ്തോളൂ എന്ന്. ഭക്തനായപ്പം ആ മാർഗം പെട്ടെന്നാണ് ഭക്തിയൊക്കെ വന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ. അല്ല, ഇത് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കന്മാർ വലിയ ശതമാനം പേര് വലിയ ഭക്തന്മാർ തന്നെയാണ്. മറ്റേ സന്ദേശ സിനിമയിൽ ശങ്കരാടി പറയുമല്ലോ, വെളുപ്പാങ്കാലത്ത് അമ്പലത്തിൽ പോയാലും പറയുമ്പോഴേ, തൃശ്ശമ്പരം അമ്പലത്തിൽ പോയാലും പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും കണ്ടത് ഇന്നോട്ടെ, ഇനി ആരുടെ പറയരുത്. ഇപ്പം നമ്മളൊരാളോട് പറയുമല്ലോ, നിന്നോട് ദൈവം ചോദിക്കണം എന്ന് പറയും. അപ്പോൾ ഈ ദൈവം ഇല്ല എന്ന് പറയുന്ന പാർട്ടിക്കാരായിട്ടുള്ള CPMകാർ ഇപ്പം അയ്യപ്പനിൽ വിശ്വസിച്ചു തുടങ്ങി. വിശ്വസിക്കാതെ തരമില്ല, ചെയ്യുന്നതെല്ലാം നേരെ തിരിച്ചടിച്ച് കയ്യിലോട്ട് തന്നെയാണ് വരുന്നത്. അല്ല, മാത്രമല്ല ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, ഇവരെല്ലാവരും ഇപ്പം അവരുടെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ വലിയ പടങ്ങൾ വെച്ചവരെല്ലാവരും. ഇപ്പം ശബരിമല സ്വർണ്ണക്കേസിൽ ഈ തങ്ങൾക്കെതിരെ വന്ന തിരിച്ചടികൾ, അതായത് ഈ 10-12 അറസ്റ്റ് വന്നു, അതിലെല്ലാം CPMകാരായിരുന്നു. അപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളിയായിരുന്നു അടൂർ പ്രകാശും ആന്റോ ആന്റണിയും സോണിയാഗാന്ധിയും പോറ്റിയും ഗോവർദ്ധനും എല്ലാം കൂടിയുള്ള ചിത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും അടൂർ പ്രകാശിനോട് പോറ്റിയുമായിട്ടുള്ള ബന്ധമായിരിക്കും ചോദിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം പറയുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ചോദിച്ചത് ഈ പോറ്റിയുമായിട്ട് എങ്ങനെ പരിചയം, എങ്ങനെയാണ് പോറ്റി അവിടെ വന്നതെന്നുള്ളത്. അപ്പം അതിനകത്ത് ഇപ്പം ഞാനിപ്പോൾ ഒരു വാർത്ത കണ്ടതാണ്, അതിനകത്ത് പറയുന്നുണ്ട്, പോറ്റി തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ MPമാർ മുഖേന അല്ല സോണിയാഗാന്ധിയെ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പിന്നെ ബാംഗ്ലൂരുവിൽ ബന്ധുക്കളുണ്ട്, ആ ബന്ധുക്കൾ മുഖേന അവരുടെ സ്വാധീനത്തിലാണ് ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ എത്തി. അവരവിടെ എത്തുന്ന സമയത്ത് ഈ MPമാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം സത്യത്തിൽ ഇത്രയും ദിവസം പുലി വരുന്നതെന്ന് പറഞ്ഞു, ഇപ്പം പുലി വന്നു,
ഇനി എന്തായിരിക്കും CPM, ഇനി എന്ത് ചെയ്യാൻ പറ്റും CPM? ഇനി അടുത്ത ഒരാളിനെ പിടിവിടാനേ മാത്രമേ പറ്റുള്ളൂ. ഇതുവരെ അടുത്ത ലിസ്റ്റ് എടുത്ത് നോക്കിയായിരിക്കും. ഇപ്പം അടൂർ പ്രകാശ് കയറിപ്പോയതും ഇറങ്ങി വന്നതും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യമായി യാതൊന്നും SITയുടെ ഭാഗത്തു നിന്ന് ശല്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി, ചോദ്യം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും മൊഴി രേഖപ്പെടുത്തി അദ്ദേഹത്തെ അവർ വിട്ടയച്ചു. അപ്പം നിലവിൽ ഇനി ഇത് പറയാൻ പറ്റില്ല. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം സംഘം ഇപ്പോഴും ജയിലിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തോളണം. അല്ല, ഇനി ഈ പോറ്റിയുടെ കൂടെ നിന്ന ഫോട്ടോയെ കുറിച്ച് ഇനി എങ്ങനെ പറയും? അങ്ങനെ ഒരു സംശയം ഉയർന്നു. SIT വിളിച്ച് ചോദ്യം ചെയ്തു, അടൂർ പ്രകാശിനോട് പൊക്കോളാനും പറഞ്ഞു. അല്ല, ഇങ്ങനെയാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദിച്ചാണ്. കാരണം പോറ്റിയോടൊപ്പം ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. അത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. കോൺഗ്രസ്സുകാർ പോലും കോൺഗ്രസ്സുകാർ മുതിർന്ന നേതാക്കൾ UDF കൺവീനറെ ചോദ്യം ചെയ്തിട്ട് ഇത്ര ഗംഭീരമായിട്ട് പ്രതികരിച്ചിട്ടില്ല. അതിഗംഭീര പ്രതികരണമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അയാൾ കോൺഗ്രസിന് പുറത്താണെങ്കിലും അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ പോരാളി തന്നെയാണ്. അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന് യാതൊരു കുറവുമില്ല. അദ്ദേഹം കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ SIT അന്വേഷിക്കുന്നത് സ്വർണ്ണക്കൊള്ള കേസാണോ അതോ ഫോട്ടോ എടുപ്പ് കേസാണോ? പോറ്റിയുടെ കൂടെ നിന്ന് ആരെങ്കിലും ഫോട്ടോ എടുത്ത കേസിനെ കുറിച്ചാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്, സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണോ അന്വേഷിക്കുന്നത്? ഇനി നിങ്ങൾ ഫോട്ടോ എടുപ്പ് കേസാണ് അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ക്ലിഫ് ഹൗസിലാണ്. ക്ലിഫ് ഹൗസിലേക്കാണ് നിങ്ങൾ നോട്ടീസ് അയക്കേണ്ടത്. നിങ്ങൾ നോട്ടീസ് അയച്ചിട്ടുണ്ടോ? അഡ്രസ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നും പറയുന്നു. അഡ്രസ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ നോട്ടീസ് അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അടൂർ പ്രകാശിനെ എങ്ങനെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം അത് നല്ല ഭാഷയിൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ രസകരമായ കാര്യം. സ്വർണ്ണക്കൊള്ളയിലേക്കാണ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നീങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ്. അതാണ് മുഖ്യ അജണ്ട എന്നുള്ളത്. നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ്. അപ്പൊ അതുവരെ അവർ നീട്ടിക്കൊണ്ട് വരുന്ന സാധനമാണ് സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആന്റണിയും തമ്മിലുള്ള ഫോട്ടോയുടെ കഥ. പക്ഷേ ആരുടെ കൂത്തിയാണെന്നറിയില്ല. ഇപ്പോൾ ഈ SITയെ കൊണ്ട് അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തി ആ ചോദ്യം ചെയ്യൽ അങ്ങ് നടത്തി. ഇനി അതിനകത്ത് എന്തുണ്ടാകും? ഇനി ആളില്ല. ഇനിയും ചെയ്യേണ്ട ചോദ്യം ഒന്ന് ആന്റണിയും ഒന്ന് സോണിയാഗാന്ധിയാണ്. അതിനിടയ്ക്ക് വേറൊരു രസമുണ്ട്. ആന്റണിക്കെതിരെ കൊണ്ടുവന്ന സാധനവും ചീറ്റിട്ടുണ്ട്. ആന്റണി ഈ എതിരെ കൊണ്ടുവന്ന സാധനം എന്താ? തന്ത്രിക്ക് തിരുവല്ല നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റിൽ ഉള്ള നിക്ഷേപമുണ്ട്. ആ നിക്ഷേപത്തെ നിന്ന് 2.5 കോടി രൂപ ആന്റണി കൊണ്ടുപോയി എന്നായിരുന്നു CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KP ഉദയഭാനുവിൻ്റെ വാദം. ഇന്ന് ഈ നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റിൻ്റെ ഉടമ, നെടുമ്പറമ്പിൽ ഫിനാൻസിൻ്റെ ഉടമ NM രാജു ഇന്ന് എറണാകുളത്ത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ആന്റണിക്ക് ഞാൻ 2 കോടി രൂപ പലിശയ്ക്ക് കൊടുത്തിരുന്നു. കടം കൊടുത്തതാണ്. 7 വർഷം മുമ്പ് കൊടുത്തതാണ്. പലിശയുമില്ല, മുതലുമില്ല. ആകെ 20 ലക്ഷം രൂപ മാത്രമേ തിരിച്ചു തന്നിട്ടുള്ളൂ. ഈ തന്ത്രിയെ എനിക്ക് അറിയത്തുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കൊടുക്കൽ വാങ്ങൽ 2 വ്യക്തികൾ തമ്മിലുള്ളത്. അത്രേ ഉള്ളൂ. കടം വാങ്ങിക്കുന്നു, കടം തിരിച്ചു കൊടുത്തില്ല. ആ കടം വാങ്ങിയതെടുത്ത് CPMന് ഇടപെടേണ്ട കാര്യമില്ല. അത് 2 വ്യക്തികൾ തമ്മിൽ ഇടപാടല്ലേ. ഇതിപ്പം അന്ന് സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് വളഞ്ഞിട്ട് പിടിക്കാവുന്ന ശ്രമം നടത്തി നോക്കിയാണ്. അല്ല, അന്ന് ഈ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി ഇത് മാധ്യമങ്ങളോട് പറയുമ്പോൾ അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല. അതാണ് വേറെ രസം. ഈ KP ഉദയഭാനു എന്ന് പറയുന്ന CPMന്റെ പത്തനംതിട്ടയുടെ മുൻ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞാൽ എന്താ? തന്ത്രി കൊള്ളയടിച്ച 2.5 കോടി NM രാജുവിന്റെ നെടുമ്പറമ്പിലുണ്ട്. ആ 2.5 കോടി അവിടുന്ന് ആന്റണി എടുത്തോണ്ട് പോയി. ഇത് പണ്ട് നമ്മളൊരു ഫലിതം പറയും, ബാങ്കിൽ പൈസ എടുക്കാൻ പോയിട്ട് വന്നപ്പോൾ പൈസ കിട്ടിയില്ലെന്ന് പറയും. അപ്പൊ എന്താ കാര്യം ചോദിക്കുമ്പോൾ, ഞാൻ ഇട്ടതിന്റെ മേളിൽ വേറെ ആൾക്കാരും ഉണ്ട്, അതിനി എടുത്തു മാറ്റാതെ എൻ്റെ പൈസ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് അന്ന് ഈ CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അത് വേറെ ഏറ്റവും വലിയ രസം, നമ്മുടെ മാധ്യമധർമ്മം എന്നൊക്കെ പറഞ്ഞത് ഒരു തെളിവുമില്ല എന്ന് അങ്ങേര് തന്നെ പറഞ്ഞ സംഭവം നമ്മുടെ മാധ്യമങ്ങൾ വലിയ ആവശ്യമായിരുന്നു. അപ്പൊ ഇപ്പൊ ആ തെളിവായി. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങൾ NM രാജു പറഞ്ഞു. ഒന്ന്, തന്ത്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല, ഒരിടത്തും സ്വീകരിച്ചിട്ടില്ല, എൻ്റെ ബ്രാഞ്ചിലൊന്നും സ്വീകരിച്ചിട്ടില്ല. 2, ആന്റണി MPക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. 2019 ഇലക്ഷനാണ് കൊടുത്തത്. 2 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പലിശയ്ക്കാണ് കൊടുത്തത്, അതായത് തിരിച്ചു കൊടുക്കുക. പക്ഷേ രേഖകളിൽ 20 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കി കിട്ടാണ് രേഖകളില്ല. അപ്പം ആന്റണിയുടെ വൈഫ് തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണെങ്കിലും ശരി, ഇപ്പൊ അടൂർ പ്രകാശിന് പിന്നാലെ ആന്റണിക്കെതിരെ ഉയർത്തിയ ആരോപണവും മുനെ ഒടിഞ്ഞുപോയി, ചീറ്റിപ്പോയി. ഇപ്പൊ ആന്റണിയുടെ NM രാജുവും ആന്റണിയും തമ്മിലുള്ള വെറും വ്യക്തിബന്ധം, അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലായി ഒതുങ്ങി. ആന്റണിയുടെ പ്രതികരണം വന്നിട്ടില്ല. അതെ, ആന്റണിയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല.
അദ്ദേഹത്തിന്റെ പ്രതികരണം വരുമ്പോൾ അദ്ദേഹം ഞാൻ ഈ പൈസ അങ്ങ് തിരിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ തീർന്നു. കാരണം രേഖയില്ലാത്ത പൈസയാണ്. ഇനി അദ്ദേഹം പൈസ വാങ്ങിയില്ലെന്ന് അദ്ദേഹം നിഷേധിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന NM രാജു തന്നെ പറയുന്നു ഒരു രേഖയില്ല 2 കോടി രൂപ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കാര്യത്തിൽ ഒരു വിശ്വാസത കുറവുണ്ട്. മാത്രമല്ല ഒരാൾക്ക് അങ്ങനെ 2 കോടി എടുത്ത് കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടി വരും. എങ്ങനെ കൊടുത്തു, അക്കൗണ്ട് മുഖേന അല്ല കൊടുത്തിരിക്കുന്നത്. അതാണ്. അപ്പൊ ഈ ED റെയ്ഡ് ചെയ്ത സമയത്ത് ഈ സംഭവം രേഖകളിലുണ്ടോ? അതായത് ഈ നമ്മളിപ്പം ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻ അപ്പം ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇവയൊക്കെ കൊടുത്തു എന്നുള്ള രേഖ വരും. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഈ 2 കോടി രൂപ അങ്ങോട്ട് മാറ്റിയതിന്റെ രേഖ കാണും. അങ്ങനെ ഒരു രേഖ ഉണ്ടാവണമല്ലോ, സ്വാഭാവികം. നമ്മൾ പറയുന്നത് ആന്റോയ്ക്ക് കൊടുത്ത രേഖയല്ല. പക്ഷേ ഇൻ കേസ് 2019 ഏപ്രിൽ മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഏതെങ്കിലും ഒരു ബുക്കിൽ ഇത് കാണണമല്ലോ. മണിച്ചന്റെ മാസപ്പടി ഡയറി പോലെ എവിടെയെങ്കിലും ഞാൻ ആന്റോയ്ക്ക് കൊടുത്തത് ഇത്ര, ഇനി അല്ല ഈ 2 കോടി രൂപ അന്ന് എനിക്ക് തിരികെ വേണ്ട, അല്ലെ നിങ്ങളുടെ ഇലക്ഷൻ സംഭാവനയായിട്ട് കൊടുത്തതാണോ എന്ന് എങ്ങനെ അറിയാം? കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ടുണ്ടോ ആന്റോ വാങ്ങിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ആന്റണി തന്നെ വിശദീകരിക്കേണ്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം. നമുക്കറിയാം നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന അതിന്റെ സ്ഥാപനത്തിനുണ്ടായ ശ്രീ NM രാജു 100-ലധികം ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നില്ലേ ഇതിന്? നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ധനകാര്യ സ്ഥാപനമായിരുന്നു. അദ്ദേഹം കേരള കോൺഗ്രസിന്റെ ഉന്നത നേതാവായിരുന്നു, സംസ്ഥാന ട്രഷററായിരുന്നു, പത്തനംതിട്ടയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹത്തെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ റാന്നിയിലേക്ക് പരിഗണിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അന്ന് അതിസമ്പന്നനായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങൾ എല്ലാം പൊടുന്നതിനെ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങി, അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അത് വരികയും ഇത് തകർച്ചയിലേക്ക് നീങ്ങുകയും ഇദ്ദേഹവും ഭാര്യയും 2 മക്കളും സഹിതം കുറേ നാൾ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ തിരിച്ചെത്തി. അവരിപ്പോൾ എറണാകുളത്താണ് സെറ്റിൽഡ് ആയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ NM രാജു ഇന്നലെ ഒരു പത്രസമ്മേളനമായിട്ട് വന്നതിൻ്റെ യുക്തിയും നമുക്ക് മനസ്സിലാവും. കാരണം 2 കോടി രൂപ കൊടുത്തു, അതിന് രേഖയില്ല എന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ആന്റണി എന്ന് വാങ്ങിക്കൊണ്ട് പോയി ഒറ്റ പൈസ കരഞ്ഞ് കാല് പിടിച്ചിട്ട് പോലും പൈസ തിരിച്ചു തന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് നേതാക്കന്മാരെ കുറിച്ച് ഇത്ര ഒരു പരാതി എപ്പോഴും ഉള്ളതാണ്, പൈസ കടമാശ തിരിച്ചു കൊടുക്കില്ല എന്നുള്ള കാര്യം. അപ്പം നിലവിൽ എന്താ 2 കാര്യങ്ങൾ അതിനകത്തുനിന്ന് വ്യക്തമാകണം. ഒന്ന്, താന്ത്രയുടെ 2.5 കോടി ഇട്ടിരിക്കുന്നത് നെടുമ്പറമ്പിലല്ല. ഇനി അഥവാ അവിടെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ കാണാതിരിക്കും. അതാണ് റെയ്ഡ് നടത്തുമ്പോൾ എല്ലാം കിട്ടുമല്ലോ. അപ്പം ഇദ്ദേഹം അസന്ധിഗ്ധമായിട്ട് പറയുന്ന സ്ഥിതിക്ക് നമുക്ക് NM രാജുവിനെ വിശ്വാസത്തിൽ എടുക്കാം. അപ്പൊ പിന്നെ തന്ത്രി 2.5 കോടി ഇട്ട എവിടെയാണെന്നുള്ളത് ഇനിയും തന്ത്രി തന്നെ പറയേണ്ടി വരും. ഇപ്പം NM രാജുവിന്റെ സ്ഥാപനത്തിൽ ഓൾറെഡി നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് നല്ല ഇത്ര രൂപ നിക്ഷേപകർക്ക്, ഏതാണ്ട് 100 കോടി പരം രൂപ നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള ഒരു സ്ഥാപനമാണ്. അതായത് ഏതാണ്ട് മൂവാറ്റുപുഴ മുതൽ ഇങ്ങനെ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയുടെ ഭാഗങ്ങൾ വരെ ഇതിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പം ഇത് എക്കണോമിക്സ് ഒഫൻസ് വിങ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഈ തട്ടിപ്പ് കേസാണ്. നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപകർ ഒരു യൂണിയൻ ഉണ്ടാക്കി, ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി ഇതിനെതിരെ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 80കളിൽ നമുക്കറിയാലോ, അന്ന് ഓറിയന്റൽ ഫിനാൻസ് അങ്ങനെ ഒരുപാട് ഇത്തരം സ്ഥാപനങ്ങൾ തകർന്ന ഒരു സംഭവം ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് ഇതെങ്ങനെയാണ് ഇത് വീണ്ടും മധ്യതാങ്കുളിൽ ഇങ്ങനെ കൂണുകൾ പോലെ മുളച്ചുന്ന ആള് പൈസയോട് നിക്ഷേപിക്കുന്നത്? അല്ല, അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. റിയൽ എസ്റ്റേറ്റ് മേഖല തഴച്ചു വളർന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഇത് വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ അന്ന് ഇവർ പലിശ വലിയ 10%, 12% പലിശയ്ക്ക് ആണിത് എടുത്തുകൊണ്ടിരുന്നത്, ഈ നിക്ഷേപങ്ങൾ എടുക്കും. ഈ നിക്ഷേപങ്ങൾ എടുത്തതിന് ശേഷം ഇപ്പോൾ ഈ NM രാജു അടക്കം അവർ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ആഗോള സാമ്പത്തിക മാന്ദ്യവും നമ്മുടെ നോട്ട് നിരോധനമൊക്കെ വന്നതോടെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖല സ്തംഭിച്ചു. ഇവർ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിയിട്ടിരുന്ന വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇതെന്താ പറയുക, ഡെഡ് മണിയായി മാറി. ഈ നിക്ഷേപം ഇവർ നിക്ഷേപിച്ചത് ഭൂമിയിലാണ്. ഭൂമിക്ക് വില ഇടിഞ്ഞു, ഭൂമിയുടെ കച്ചവടം നടക്കാതെ വന്നു. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രതിമാസ പലിശ, അതായത് 10 ലക്ഷം 5 ലക്ഷം ഒക്കെ ഉള്ള സാധാരണക്കാരൻ കൊണ്ടിട്ടിരിക്കുന്നതിനൊക്കെ പ്രതിമാസ പലിശ മേടിച്ചു. പിന്നെ ഇതിനകത്ത് കള്ളപ്പണ നിക്ഷേപമുണ്ട് ഇഷ്ടം പോലെ. അത് ഈ സ്വകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ഒക്കെ നിക്ഷേപങ്ങളുണ്ടാവും.
അപ്പോൾ ഇതേ കുഴപ്പം തന്നെയാണ് ഈ 2015 തൊട്ട് ഇങ്ങോട്ട് സംഭവിച്ചത്. ഇതേ അവസ്ഥ തന്നെയാണ് എവിടെ ഉണ്ടായതെന്ന് അറിയാമോ? നമ്മുടെ സഹകരണ ബാങ്കുകളിലും ഉണ്ടായത്. ഇതേ അവസ്ഥ. കരുവന്നൂർ മുതൽ ഇങ്ങോട്ട് സഹകരണ ബാങ്കിൽ വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ വിലയുള്ള വസ്തുവാണ്. 1 ലക്ഷം രൂപ വിലയുള്ള ഒരു വസ്തു, അതൊരു സഹകരണ സംഘം ഭരിക്കുന്ന ഒരു പാർട്ടി നേതാവിൻ്റെ ബന്ധുവായിരുന്നു. അവരതിന് സെൻറ്റിന് 1 ലക്ഷം രൂപ വിലയുള്ള വസ്തുവിന് 5 ലക്ഷം രൂപ ലോൺ കൊടുക്കും. ഇവൻ സ്വാഭാവികമായിട്ട് തിരിച്ചടക്കില്ല. അപ്പോൾ ഓർത്തോണം, 1 ലക്ഷം രൂപയാണ് അതിൻ്റെ അടിസ്ഥാന വില, 5 ലക്ഷം അവന് ലോൺ കൊടുത്തു. അതിൻ്റെ പലിശ എല്ലാം കൂട്ടി ഒത്തിരി വന്നു. ഇവൻ സ്വാഭാവികമായിട്ടും അടയ്ക്കാതെ വരുമ്പോൾ നമ്മൾ ഭൂമി ജപ്തി ചെയ്യുമല്ലോ. ബാങ്ക് ജപ്തി ചെയ്യാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് എന്താ വഴിയില്ല, അല്ല കണ്ടമാണ്, അല്ല ഇത് താമസയോഗ്യമല്ല, ഇത് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ആദ്യത്തെ ഈ സ്വാധീനത്തിൻ്റെ പുറത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതോടെ എന്ത് സംഭവിക്കുന്നു? ഈ 1 ലക്ഷം രൂപയുടെ സ്ഥലത്തിന് 5 ലക്ഷം കൊടുത്തു, അതിൻ്റെ മുതലും പലിശ എല്ലാം പോയി. അത്രയും പണം ബാങ്കിൻ്റെ നഷ്ടം. ഏതാണ്ട് അതിൻ്റെ മറ്റൊരു വശമാണ് ഇത്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിക്ഷേപിച്ച ആ മൂലധനം തിരിച്ച് വരാതാകുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, ഈ നിക്ഷേപരെല്ലാം പൈസയുണ്ട്. എവിടെ ഉണ്ടായിരുന്നറിയോ? ഇവർ ഈ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഇതല്ല ഇപ്പോൾ കണ്ടുകെട്ടി ഇട്ടിരിക്കുകയാണ് ഓൾറെഡി. അപ്പോൾ അതല്ല, ഇനി അതിൻ്റെ കേസും ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഈ 2015 ഈ നോട്ട് നിരോധനത്തോടെ ഈ ഒരു സാമ്പത്തിക മാന്ദ്യം വരുന്നു, കോവിഡ് വരുന്നു. അതിനൊപ്പം തന്നെ കൂണ് പോലെ മുളച്ച് പൊന്തിയിരുന്ന ഈ സ്ഥാപനങ്ങൾ, വൻകിട ബാനറുകൾ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ. ഇപ്പം വാകയാർ ഒരു പോപ്പുലർ ഫിനാൻസ്, കേരളത്തിലെ നമ്പർ 1 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ, വലിയ പരസ്യമാണ് എല്ലായിടത്തും വെച്ചത്. ആ പോപ്പുലർ ഫിനാൻസ് പൊട്ടുന്നു. പുനലൂർ ഒരു കേച്ചേരി എന്ന് പറഞ്ഞിട്ടൊരു ചിട്ടി ഫണ്ട് അതുണ്ട്. എന്തിനു പറയുന്നു? നമ്മുടെ മുത്തൂറ്റിനെ വരെ ഈ സാമ്പത്തിക മാന്ദ്യം ബാധിക്കുകയും മുത്തൂറ്റിനെതിരെ വരെ പരാതി ഉയരുകയും ചെയ്തു. ഏറ്റവും നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് പറയുന്ന ഒരു പേരാണ് ഈ മുത്തൂറ്റെന്ന്. അപ്പോൾ ഈ മുത്തൂറ്റിനെതിരെ പോലും കേസുകൾ ഉണ്ടാകാൻ തുടങ്ങി. പക്ഷേ അവിടെയൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? എല്ലായിടത്തും കേസുകൾ എടുക്കുന്നുണ്ട്. ഈ കേസുകളെല്ലാം എടുത്ത് എക്കണോമിക്സ് ഓഫ് സ്വിങ് അന്വേഷിച്ച് കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കേസെല്ലാം തീർന്ന് വന്ന് ആ സമയത്ത് ഈ വസ്തുവും ഭൂമിയൊക്കെ വിറ്റ് കിട്ടിയാൽ കിട്ടി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടിയ ഒരവസ്ഥ നമുക്കറിയാം. നെടുമ്പറമ്പിൽ ഫിനാൻസിൻ്റെ NM രാജു എന്ന് പറയുന്ന അദ്ദേഹത്തിന് വസ്ത്രവ്യാപാരശാലയുണ്ട്. അവിടെ തിരുവല്ലയിലും കോട്ടയത്തും പുള്ളി പൂട്ടിപ്പോയ 2 വസ്ത്രവ്യാപാരശാലകൾ വാങ്ങി. അതിൻ്റെ ഉടമകളുടെ പൈസ പോലും അദ്ദേഹത്തിന് തീർത്തു കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഇവിടെ കിയയുടെ കാർ, മുഖ്യമന്ത്രിക്കാണ് കാർ വാങ്ങിച്ചത്, കൊടുത്ത ഇവിടെ നിന്നാണ്. രാഹുൽ ഗാന്ധി പിന്നെ 2019 ഇലക്ഷൻ വന്നപ്പോൾ സഞ്ചരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്നുള്ള കിയ കാറിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ അങ്ങനെ വലിയ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് ഇദ്ദേഹം ഇറക്കി. ഭൂമിയും അതുപോലെ തന്നെ വസ്ത്രവ്യാപാര സ്ഥാപനം എല്ലായിടത്തും സാമ്പത്തിക മാന്ദ്യം ബാധിക്കുകയും അത് പൊളിയുകയും ചെയ്തോളൂ. അദ്ദേഹത്തിന് നിൽക്കക്കളി ഇല്ലാതെ വരികയും. അപ്പോഴദ്ദേഹം എന്താ LDFന്റെ ഉന്നത നേതാവാണ്. അതെ, അപ്പോൾ മുന്നണിയിൽ അപ്പുറത്തോട്ട് പോയല്ലോ. അതെ, ഉന്നത നേതാവായ സ്ഥിതിക്ക് ആ ജോസ് കെ മാണി അടക്കമുള്ളവർ അവിടെ നിൽക്കുമ്പോൾ LDF പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതിന് ശേഷം തന്ത്രി 2.5 കോടി രൂപ തന്ത്രിയുടെ പോയി എന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞപ്പോഴേ അടുത്തിടെ പൂട്ടിപ്പോയ സ്വകാര്യ സ്ഥാപനം എന്ന് കേട്ടപ്പോഴേ എല്ലാവരും പറയുന്നു നെടുമ്പറമ്പിൽ. പക്ഷെ തിരുവല്ലയിൽ വേറൊരു സ്വകാര്യ സ്ഥാപനം ഉണ്ട്. ആ ഒരു സ്വകാര്യ സ്ഥാപനമായിരിക്കാം തന്ത്രിയുടെ കയ്യിൽ നിന്ന് പണം കൊണ്ടുപോയെന്ന് അന്ന് നമുക്ക് സംശയമുണ്ട്. അന്നും പലരും നമ്മളോടൊക്കെ ചോദിക്കും, നമ്മൾ പറയുന്നത് തീർത്ത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം തന്ത്രിയുടെ ഈ പണം ഇട്ട സ്വകാര്യ സ്ഥാപനം വേറെ ആയിരിക്കും. എന്തായാലും നമ്മൾ ഈ കൂട്ടത്തിൽ ഇനി നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം, ഇനി ഏതായാലും നമ്മൾ പോറ്റി പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കും. ഇനി EDയുടെ വരവാണ് ഇനി അടുത്തത്. EDയുടെ വരവ് മാത്രമല്ല, പോറ്റിയെ ഇപ്പം ഇത്രയും നാളും കയ്യിലിരുന്നിട്ടും ചോദ്യം ചെയ്ത് തീരാത്ത ആൾക്കാരാണ് ഈ SIT. പോറ്റിയെ ഇപ്പം വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യുക. ഇടയ്ക്ക് കസ്റ്റഡി വിളിച്ച് എടുത്തു. ഇപ്പം എന്താണ് സംഭവം? ഇതിനകത്ത് ഈ വിട്ടുപോയ കണ്ണികൾ പൂരിപ്പിക്കണം. കുറ്റപത്രം കൊടുക്കേണ്ട സമയമായി. ഇനി കുറ്റപത്രം മര്യാദയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ഹൈക്കോടതി ശക്തമായ രീതിയിൽ ഇടപെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം കുറ്റപത്രം കൊടുക്കേണ്ട സമയം ആയപ്പോഴത്തേക്കും ഇവർ കുറ്റപത്രത്തിൽ വരുമ്പം ലൂപ്പ് ഹോൾസുകൾ ധാരാളം വരുന്നുണ്ടാവും. അപ്പോൾ അതിന് വ്യക്തത വരുത്താൻ വേണ്ടിയാണ് പോറ്റിയെ വിളിച്ചു വരുത്തിയത് എന്നാണ് നമുക്കിന്ന് കിട്ടിയ സൂചന. അവിടെയാണ് പോറ്റി പറഞ്ഞതെന്നാണ് അറിയുന്നത്, ഇത് ഞാൻ അടൂർ പ്രകാശിൻ്റെയോ അല്ലെങ്കിൽ ആൻഡോ ആന്റണിയുടെ കൂടെ അല്ല സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത്, ബാംഗ്ലൂർ ബന്ധം വഴിയാണ്. കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ഒക്കെ ആണല്ലോ, അപ്പം അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ കാണുമായിരിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോറ്റിയെ ED ചോദ്യം ചെയ്യും. പിന്നെ അതിനുശേഷം കുറ്റപത്രം വരുന്നു, പിന്നെ വിചാരണ അതിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ SITയുടെ അന്വേഷണം ഏതാണ്ട് തീർന്നു എന്ന് വേണം. അപ്പോഴും വമ്പന്മാരെല്ലാം എല്ലാവരും വെളി ഇറങ്ങി കഴിഞ്ഞിരിക്കും. ഇറങ്ങി കഴിഞ്ഞ് കുറേ പേര് പിടിക്കപ്പെടാതെ നിൽപ്പുണ്ട്.
ഇതിനകത്ത് വലിയ വലിയ കക്ഷികൾ പിടിക്കപ്പെടാതെ നിൽപ്പുണ്ട്. അവരെയൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ആ ഒരു ഭാഗ്യത്തിന് അവരൊക്കെ ഇതിനകത്ത് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ വരവാണ്. അതെ, CBI വരികയാണെങ്കിൽ എല്ലാം മാറി മറിയും. പക്ഷേ CBI വരത്തില്ല, ഹൈക്കോടതി അതിന് അനുവദിക്കത്തില്ല. ആ ഈ എനിക്ക് തോന്നുന്നു മെയ്യിലെങ്ങാണ്ട് ഈ ശശിധരൻ എന്ന് പറഞ്ഞ SP റിട്ടയർ ആവുകയാണ്. ഈ ടീമിലെ പലരും സീനിയേഴ്സ് റിട്ടയർ ചെയ്യാനുള്ള സമയമാണ്, റിട്ടയർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം അതവിടെ ഇതോടുകൂടി ഏതാണ്ട് അത് ഒരു ശുഭപര്യവസായി തീരും. ഇതിൽ വലിയ റോക്കറ്റ് വേഗത്തിൽ വരുന്നു, കുറേ പേരെ അറസ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ പതുക്കെ എന്താ പറയുന്നത്, ഈ ആരോഹണം കഴിഞ്ഞു, ഇനി ഒരു അവരോഹണ കാലഘട്ടമാണ്. ഇനിയിപ്പോൾ ഇവരൊക്കെ ഈ അകത്ത് പോയ മാന്യന്മാരെല്ലാം ഇനിയും പുറത്തിറങ്ങി അവരിടയ്ക്കിടയ്ക്ക് ഇതെല്ലാവരും മറന്ന് ഈ ഒരു വിഷയത്തിലേക്ക് മറ്റൊരു വിഷയം വരുമ്പോൾ നമ്മളെല്ലാം മറക്കും. ഇനി അടുത്ത ഇലക്ഷനാണ്, ഇനി അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ നമ്മളെല്ലാം അതങ്ങ് മറന്നില്ല, എല്ലാവരും അതിൻ്റെ ഇലക്ഷൻ അത് ഇപ്പം ഇത് എങ്ങനെയും ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോകാനാണ് UDF ശ്രമിക്കുന്നത്. ഇത് അതിനു മുമ്പ് തീർത്ത് തടി തപ്പാനാണ് CPM-ന്റെ ശ്രമം. അപ്പം രസം നമ്മൾ ഓർക്കണം, മുഖ്യമന്ത്രി വരെ ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ് KC വേണുഗോപാലിന്റെ തലയ്ക്ക് വയ്ക്കാൻ. കാരണം എത്രത്തോളം ഞങ്ങളെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് അവർക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. എന്നാൽ ഈ ഒരു വിഷയം ഇനിയും ഭരണപക്ഷം വിട്ടാൽ പോലും പ്രതിപക്ഷം നിയമസഭയിൽ ഇത് കയറി പാട്ടുപാടി നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയെ പോലുള്ളവർ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കും. സത്യത്തിൽ എന്താണ് അത് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഇപ്പം രണ്ടു കൂട്ടർക്കും ഇത് നിന്നാൽ കൊള്ളാവുന്നുണ്ട്. അതെ, അല്ല മാത്രമല്ല രസകരമായ കാര്യം, ഈ നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനം പിരിഞ്ഞതിന് ശേഷം പ്രതിപക്ഷം ഇറങ്ങി വന്ന് പ്രതിഷേധിക്കുന്നതാണ്. ഇപ്പം ആദ്യം ഭരണകക്ഷിക്ക് ഇറങ്ങി വരും. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്ന്. ഭരണപക്ഷം ഇറങ്ങി വന്ന പാട്ടൊക്കെ പാടി ശൈലജ ടീച്ചറിനെ മുന്നിൽ നിർത്തി അവരെല്ലാം ഇറങ്ങി വരും. അവരുടെ സംസ്ഥാന സെക്രട്ടറി നിയമസഭാ അംഗമാണെന്നുള്ള ഓർക്കണം. പക്ഷേ അദ്ദേഹം യാത്രയ്ക്ക് പോയിരിക്കും. എന്തായാലും ഈ പറയുന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ ആകെപ്പാടെ ഇവർ രണ്ടു കൂട്ടരും കൂടെ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ട് പൊതുജനത്തിന് ശരിക്കും ചിരി വരുന്നുണ്ട്. ഏതാണ്ട് അതൊരു പരിസമാപ്തിയോട് ആണ് കാര്യം. ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്താൽ ആൾ കാണാൻ താല്പര്യമില്ല. കാരണം എന്നും പറയുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് പറയുന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചു, അടൂർ പ്രകാശിനെ ഇന്ന് ചോദ്യം ചെയ്തല്ലോ. ഈ മന്ത്രി ശിവൻകുട്ടിയുടെ അയ്യപ്പൻ പ്രസ്താവനയല്ലാതെ വേറെ ആരുടെയെങ്കിലും കണ്ടോ? ആരെയും ശ്രദ്ധയിൽപ്പെട്ടു? അല്ല, ഇനി കൂടുതൽ വിശദീകരിക്കാൻ പോയി കൂടുതൽ മോശക്കാരാവണ്ടെന്ന് കരുതി പതുക്കെ വിഡ്രോ ചെയ്യുന്നതായിരിക്കും. അല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ എന്ത് എന്ന രീതിയിൽ ഇവർക്ക്, അത് മാത്രമല്ല അടൂർ പ്രകാശ് വളരെ സുസ്മേരം അതിനെ അടിച്ചു പൊളിച്ചിറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. അതോടുകൂടി കാറ്റ് പോയിരിക്കുന്നത് CPM-ന്റെയും ഇപ്പോഴത്തെ സർക്കാരിൻ്റെയാണ്. അല്ല, ഇനി വേറെ വിഷയം കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് കാര്യം. ഇനി പുതിയ വിഷയം, കാര്യം ഇലക്ഷൻ ഇനി എന്തായാലും ഒരു 1-2 മാസം എന്തായാലും കാണുമായിരിക്കും. മിക്കവാറും മാർച്ചല്ലേ, ഏപ്രിലൊക്കെ ആവുമായിരിക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് വിവിധ വിഷയങ്ങൾ കടന്നു വരികയാണ്. ഇപ്പോൾ നമ്മുടെ തിരുവല്ല വിഷയം ഭയങ്കര, അതെ അവിടുത്തെ സ്പായിൽ ആക്രമണം. അപ്പോൾ ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശിനെയും കൂടി ചോദ്യം ചെയ്തതോടുകൂടി ഇനി എന്താണ് പറയേണ്ടതെന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്കാണ് അവർ. സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അവർ ഉദ്ദേശിച്ചിടത്തോളം സംഗതി പോയിട്ടില്ല. അതെ എന്തവർ പറഞ്ഞുകൊണ്ട് വന്നോ അതെല്ലാം തന്നെ ഇത് ഉള്ളി തോറ് കളഞ്ഞല്ലേ നമ്മൾ പറയുമ്പോൾ ഉള്ള ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. രസകരമായ എന്തായാലും രണ്ടു കൂട്ടരും ജാഥകളെ നയിക്കുകയാണ്. ഈ ജാഥകൾക്കിടയിൽ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ടും ഈ പറഞ്ഞ ഇവരുടെ മൂവ്മെന്റ്സ് എല്ലാം സത്യത്തിൽ സർക്കാരിൻ്റെ CPM-ന്റെ മൂവ്മെന്റ്സ് ചീറ്റിപ്പോയി എന്ന് തന്നെ വേണം നമുക്ക് പറയാം. തീർച്ചയായും അത് ഇക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇനി എന്തൊക്കെയാണ് ഇനി സ്വർണ്ണ കൊള്ള എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതിൻ്റെ കൂടുതൽ അന്വേഷണം, അല്ലെങ്കിൽ അതിൻ്റെ SIT-യുടെ റിപ്പോർട്ട് എന്നായിരിക്കും, അവർ കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതുവരെ എന്തായാലും CPM തൽക്കാലം വീട്ടിലായിരിക്കും എന്ന് തന്നെ പറയേണ്ടി. നമസ്കാരം.